നമസ്കാരം. നമുക്കിന്നൊരു സൺഡേ സ്പെഷ്യൽ നാടൻ ചിക്കൻ കറി ഉണ്ടാക്കിയാലോ? അപ്പോൾ ഇതിലേക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാ വെച്ചാൽ, നമുക്ക് 1 കിലോ ചിക്കൻ വേണം. അതുപോലെ തന്നെ ഒരു 15, 16 ചെറിയ ഉള്ളി പീസ് വേണം. അതുപോലെ ഒരു 6 അല്ലി വെള്ളുള്ളി, ഒരു 2 പീസ് ഇഞ്ചി, 2 പച്ചമുളക്, ഒരു 3 തക്കാളി. നമുക്ക് ആദ്യം തന്നെ ഈ ചെറിയ ഉള്ളിനെ ഒന്ന് ചെറിയ കഷ്ണങ്ങളാക്കി നുറുക്കിയെടുക്കാം. ഓക്കെ. അപ്പോൾ നമ്മൾ ചെറിയ ഉള്ളി നുറുക്കിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ പച്ചമുളകിനെ ഒന്ന് 4ആയിട്ട് വെട്ടിക്കീറിയിട്ടിടാം. ഓക്കെ. അങ്ങനെ നമ്മൾ ഈ പച്ചമുളകിനെ ഒന്ന് 4ആയി കീറി നമുക്ക് മാറ്റി വയ്ക്കാം. അങ്ങനെ നമ്മൾ പച്ചമുളകും കീറി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നേരത്തെ വെച്ചിട്ടുള്ള വെള്ളുള്ളിയും ഇഞ്ചിയും ഒന്ന് കല്ലിൽ ചതച്ചെടുത്ത് നല്ല രീതിയിൽ പേസ്റ്റ് ആക്കിയിട്ടെടുക്കണം. ഓക്കെ. അപ്പോൾ നമുക്ക് ഇഞ്ചിയും അതുപോലെ തന്നെ നമ്മളുടെ വെള്ളുള്ളി നന്നായിട്ട് കല്ലിലിട്ട് ചതച്ച് ഒരു പേസ്റ്റ് രൂപത്തിലാക്കിയിട്ട് എടുക്കണം. ഓക്കെ. അപ്പോൾ നമ്മളത് അങ്ങനെ എടുത്തു. അതിന് ശേഷം നമുക്ക് ഒരു കയ്യിലൊരു നുള്ള് കുരുമുളക്, അതായത് ബ്ലാക്ക് പെപ്പർ, ഇതൊന്ന് നന്നായിട്ട് കല്ലിൽ പൊടിച്ചെടുക്കണം. ഓക്കെ. അപ്പോൾ നമ്മൾ ഈ കല്ലിൽ നമ്മളുടെ ഗാർലിക് എന്താ പറയുക, ബ്ലാക്ക് പെപ്പർ, കുരുമുളകൊന്ന് നന്നായിട്ട് പൊടിച്ചെടുക്കാം. ഇത് എല്ലാം കൂടെ മിക്സിയിലിട്ടിട്ട് പേസ്റ്റ് ആക്കിയിട്ട് എടുത്താലും മതി കേട്ടോ. പക്ഷേ കല്ലിലിട്ട് പൊടിക്കുന്നതാണ് അതിൻ്റേതായിട്ടുള്ള ടേസ്റ്റിന് നല്ലത്, രുചിക്ക് നല്ലത്. ഓക്കെ. അപ്പോൾ നമ്മളതങ്ങനെ കുരുമുളകും പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചിക്കൻ മസാല ചേർത്തിട്ട് നമ്മുടെ ചിക്കൻ ഒന്ന് മിക്സ് ചെയ്ത് വയ്ക്കണം. അപ്പോൾ നമ്മൾ ചിക്കനിലേക്ക് നമ്മളുടെ ആവശ്യത്തിന് ചിക്കൻ മസാല ചേർത്തു. ചിക്കൻ മസാല ചേർത്ത ശേഷം അതിന് മുകളിലേക്ക് ഇത്തിരി മഞ്ഞൾപ്പൊടി ചേർക്കുക. അതുപോലെ തന്നെ നമ്മൾ പൊടിച്ച് വെച്ച കുരുമുളകുണ്ട്, ആ കുരുമുളക് പൊടിയും ചേർക്കുക. നമ്മൾ പൊടിച്ച് വെച്ച കുരുമുളക് പൊടി അതിലേക്ക് ചേർത്ത് വിടുക. അതിനുശേഷം ആവശ്യത്തിന് ഉപ്പ് കൂടെ ചേർക്കുക. ഓക്കെ. ഈ ഉപ്പ് ചേർത്ത് മസാലയുടെ മുകളിലേക്ക് ഒരു മുറി നാരങ്ങ പിഴിഞ്ഞ് അതിൻ്റെ നീര് ചേർക്കുക. അപ്പോൾ നമ്മളുടെ മസാലയിലേക്ക് നാരങ്ങ പിഴിഞ്ഞ് ചേർത്തിട്ടുണ്ട്. ഓക്കെ. ഇനി നമുക്ക് ഇതിനെ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് ചിക്കനിലെല്ലാം നന്നായി തേച്ച് പിടിപ്പിക്കണം. ഓക്കെ. അപ്പോൾ നമുക്ക് ഈ മസാലയൊന്ന് നന്നായി തിരുമ്മി പിടിപ്പിക്കാം. ഇങ്ങനെ നമ്മൾ ചിക്കനിലേക്ക് മസാല തിരുമ്മി പിടിപ്പിക്കുകയാണ്. ഓക്കെ. അപ്പോൾ നല്ല രീതിയിൽ നമ്മൾ ഈ ചിക്കനിലേക്ക് മസാല ചേർത്ത് അതിലേക്ക് തിരുമ്മി പിടിപ്പിച്ചിട്ടുണ്ട്. ഓക്കെ. കണ്ടില്ലേ, ചിക്കൻ മസാല നന്നായിട്ട് മിക്സ് ആയിരിക്കുന്നു. അപ്പോൾ നമ്മളുടെ ഇൻഗ്രീഡിയൻസ് എല്ലാം നമ്മൾ സ്ലൈസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് തക്കാളി കൂടെ ഒന്ന് സ്ലൈസ് ചെയ്തെടുക്കാം. ഓക്കെ. ഒരല്പം കഴിഞ്ഞിട്ട് ആദ്യം നമുക്ക് അടുപ്പത്തേക്ക് ചട്ടി വെച്ച്, ചട്ടി നന്നായി ചൂടായിട്ട് വരുമ്പോൾ അതിലേക്ക് നമുക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഓക്കെ. അപ്പോൾ നമ്മൾ ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഇനി ഇതൊന്ന് നന്നായിട്ട് തിളച്ച് വരുമ്പോൾ അതിലേക്ക് നമ്മൾ ചതച്ച് വെച്ച ഇഞ്ചി വെള്ളുള്ളി പേസ്റ്റ് ചേർത്ത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. അപ്പോൾ നമ്മുടെ വെള്ളുള്ളി ഇഞ്ചിയും നന്നായി മൂത്തിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് നമുക്കിനി ചെറിയ ഉള്ളി കട്ട് ചെയ്ത് വെച്ച് ചേർക്കാം. അപ്പോൾ നമ്മൾ ഓണിയൻ കട്ട് ചെയ്ത് വെച്ചത് ചേർത്ത് ഇനി ഇതൊന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കണം. ഓക്കെ. അടി പിടിക്കാതിരിക്കാൻ വേണ്ടി നമുക്കൊന്ന് നന്നായിട്ട് ഇളക്കി വഴറ്റിയെടുക്കാം. ഓക്കെ. അപ്പോൾ നമ്മളുടെ ചെറിയ ഉള്ളി, ഇഞ്ചി, അതുപോലെ തന്നെ വെള്ളുള്ളി, ഇത് നന്നായിട്ട് നമ്മൾ വഴറ്റി വരുന്നുണ്ട്. ഓക്കെ. ഇത് നന്നായി വഴറ്റി ഒരു ചെറിയ ബ്രൗൺ നിറത്തിലേക്ക് മാറും. അതുവരെ നമ്മൾ ഇത് ഇളക്കി വഴറ്റിക്കൊണ്ടിരിക്കണം. ഓക്കെ.
ഇളക്കി കൊടുത്താലേ അടി പിടിക്കാതിരിക്കും. അങ്ങനെ അത് വഴറ്റി നല്ല ബ്രൗൺ നിറമായിട്ട് വരുന്ന സമയത്ത് കണ്ടില്ലേ, ഇങ്ങനെ നല്ലൊരു ബ്രൗണിഷ് നിറത്തിലേക്ക് മാറി വരുന്നുണ്ട്. ഇത് നല്ല ബ്രൗണിഷ് നിറത്തിലേക്ക് വന്നതിന് ശേഷം നമുക്കതിലേക്ക് നമ്മളുടെ പച്ചമുളക് കീറിയതും കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ടിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഓക്കെ, അപ്പോൾ ഈ മിക്സ് മൊത്തത്തിലൊന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കണം. അത് നമുക്ക് ഫുൾ ഫ്ലെയിമിൽ തന്നെ വഴറ്റിയെടുക്കാം. അതാണ് നല്ലത്, ആകുമ്പോൾ പെട്ടെന്ന് വഴറ്റി കിട്ടും. ഓക്കെ, ഇനി വഴറ്റിയ മിക്സിലേക്ക് നമുക്ക് സ്ലൈസ് ചെയ്ത് വെച്ച തക്കാളി ചേർക്കാം. ഓക്കെ, തക്കാളി ചേർത്ത് നന്നായിട്ട് ഒന്നും കൂടെ വഴറ്റിയെടുക്കണം. എന്നിട്ട് ഈ തക്കാളിയും ഉള്ളിയും വെള്ളുള്ളിയും പച്ചമുളകും എല്ലാം കൂടെ ഒന്ന് നന്നായി മിക്സായിട്ട് ചേരണം അതിലേക്ക്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഈ ഉള്ളി തക്കാളിയും വെള്ളുള്ളിയും എല്ലാം കൂടെ നന്നായിട്ട് വഴറ്റിയിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി മുളക് പൊടി ചേർത്ത് ഒന്നും കൂടെ നന്നായി മിക്സ് ചെയ്തെടുക്കാം. ഓക്കെ, അങ്ങനെ നമ്മളുടെ ഗ്രേവിയിലേക്കുള്ളത് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് നമ്മൾ നേരത്തെ മസാല പുരട്ടി വെച്ച ചിക്കൻ ചേർത്ത് വിടാം. ചിക്കൻ ചേർത്ത് ആവശ്യത്തിന് വെള്ളവും ഒഴിച്ചു കൊടുക്കാം. ഓക്കെ, അങ്ങനെ നമ്മൾ ചിക്കൻ ചേർത്തു. ഇനി ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുക്കാം. ഓക്കെ, ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുത്തു. ഇപ്പോൾ ഇനി ഇതിനൊന്ന് നന്നായിട്ട് ഇളക്കി വിടാം നമുക്ക്. അങ്ങനെ നമ്മൾ ഇളക്കിയിട്ടു. ചിക്കന് മുകളിൽ വെള്ളം നിൽക്കുന്ന രീതിയിലാക്കിയിട്ട് വേണം. ഇനി ഇതിനെ നന്നായിട്ടൊന്ന് അടച്ച് വെച്ച് നമുക്ക് തിളപ്പിക്കാം. ഈ സമയം കൊണ്ട് നമുക്കൊരു സ്പെഷ്യൽ ചിക്കൻ മസാലക്കൂട്ട് തയ്യാറാക്കാം. ഈ ചിക്കൻ മസാലക്കൂട്ടിലേക്ക് വേണ്ടത് കൊറിയാണ്ടർ പൗഡർ, മുളക് പൊടി, കാശ്മീരി ചില്ലിയാണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ ചിക്കൻ നന്നായിട്ട് തിളച്ച് വെന്ത് വരുന്നുണ്ട്. അപ്പോൾ അതിലേക്ക് നമ്മളുടെ സ്പെഷ്യൽ ചിക്കൻ മസാലക്കൂട്ട് അങ്ങോട്ട് ചേർത്ത് വിടാം. ഓക്കെ, ചേർത്ത് വിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കുറച്ച് നേരം കൂടെ ഒന്ന് തിളപ്പിച്ചെടുക്കാം. ഓക്കെ, അപ്പോൾ നമ്മളുടെ സൺഡേ സ്പെഷ്യൽ നാടൻ ചിക്കൻ കറി അങ്ങനെ അവസാന ഘട്ടത്തിലാണ്. ഇത് നന്നായിട്ടൊന്ന് അടച്ച് വെച്ച് തിളപ്പിച്ചൊന്ന് കുറുക്കുക. ഓക്കെ, അങ്ങനെ അത് നന്നായി കുറുകി വന്നിട്ടുണ്ട്. ഓക്കെ, നമുക്ക് ഉപ്പുണ്ടോ എന്ന് നോക്കി നോക്കാം. ഓക്കെ, ചിക്കനൊക്കെ വെന്തിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ കറി കുറുകി ചേർന്ന് അത്യാവശ്യം നല്ല രീതിയിൽ കട്ടിയായിട്ടുണ്ട്. ഓക്കെ, ഇനി അതിന് മുകളിലേക്ക് ഒരല്പം വെളിച്ചെണ്ണ തുളിച്ച് അതിനെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഓക്കെ, അപ്പോൾ അങ്ങനെ നമ്മുടെ നാടൻ ചിക്കൻ കറി റെഡി. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.